നമസ്തേ. ഗീതാസപര്യയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗം. ആ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഭഗവാൻ കർമ്മയോഗത്തിൻ്റെ വിവിധ ആസ്പെക്ട്സിനെ കുറിച്ച് അർജുനന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. അർജുനൻ കർമ്മവിമുഖനാണ്. കാരണം അർജുനൻ്റെ മനസ്സിൽ മോഹം ഉണ്ടായിരിക്കുന്നു, കൺഫ്യൂഷൻ, അവിവേകം ഉണ്ടായിരിക്കുന്നു, തിരിച്ചറിവില്ലായ്മ. ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള അവിവേകമുണ്ടായിരിക്കുന്നു. ആ അവിവേകത്തിൻ്റെ ഫലമായി തീവ്രമായ ദുഃഖം ഉണ്ടായിരിക്കുന്നു. നമ്മളും ജീവിതത്തിൽ ഇതനുഭവിക്കുന്നതാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഇഷ്ടാനുസരണം നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് അനുഷ്ഠിക്കുകയും അങ്ങനെ, കാരണം ഈ നിയമങ്ങളൊക്കെ എനിക്ക് പാലിക്കാനുള്ളതല്ല എന്നാണ് എല്ലാ വ്യക്തികളും വിചാരിക്കുന്നത്. റോഡ് നിയമങ്ങൾ പോലെയുള്ള നിയമങ്ങൾ മാത്രമല്ല, എല്ലാ നിയമങ്ങളും, ജീവിതത്തിലെ ഭക്ഷണത്തിൻ്റെ നിയമം, അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നിയമം, സാമൂഹ്യ ജീവിതത്തിൻ്റെ നിയമങ്ങൾ, ഈ നിയമങ്ങളെല്ലാം നമ്മൾ തെറ്റിച്ചുകൊണ്ട് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കുകയാണ്. അരാജക ജീവിതം നയിക്കുന്നതിൻ്റെ ഫലമായി ദുഃഖം ഉണ്ടാവുകയാണ്. അങ്ങനെ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഉണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. അതാണ്, ആ തെറ്റിദ്ധാരണയാണ് ഇവിടെ അവിവേകം, തിരിച്ചറിവില്ലായ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ തന്നെ മനസ്സിനുണ്ടാകുന്ന ഈ ഒരു ശോകവും മോഹവും അർജുനനെ പോലെയാണ്. ഇവിടെ അർജുനന് മനസ്സിലെ ഈ ശോകമോഹങ്ങളില്ലാതെയാകാൻ ശ്രീ ഭഗവാൻ ചെയ്യുന്നത് അർജുനന് ജ്ഞാനം ഉപദേശിക്കുകയാണ്. അതായത് ആത്മജ്ഞാനമാണ് ഉപദേശിക്കുന്നത്. ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവാണ് ഞാൻ. ഈ ശരീര മനസ്സുകളല്ല, ശരീരവും മനസ്സും കർമ്മത്തിനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ ആത്മാവ്, അതിൽ നിന്ന് വ്യത്യസ്തനായ സാക്ഷി ചൈതന്യമായ ഒബ്സർവറായ ആത്മാവ്, നിരീക്ഷകനായ, അറിയുന്നവനായ ആത്മാവ്, ഈ ആത്മാവാണ് ഞാൻ. ശരീരത്തിലിരുന്ന് ജീവൻ യാത്ര ചെയ്യാം. ആ ഒരു കോൺസെപ്റ്റിനകത്ത് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കാറിൽ കയറി യാത്ര ചെയ്യുന്ന പോലെയാണ്. കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന ആള് ആ യാത്ര ചെയ്യുന്നിടത്തോളം സമയം ഈ കാറുമായി നമുക്കൊരു താതാത്മ്യഭാവമുണ്ട്. കാരണം അടുത്ത് വരുന്ന ഒരു വാഹനം ഈ കാറിൽ ഇടിക്കാതെയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. ആരെങ്കിലും ഈ കാറിൽ പോറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് പോറിയ പോലെയുള്ള ഭാവമൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ ആ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതന്ത്രനായി. അതേപോലെ യഥാർത്ഥത്തിൽ ഈ കാറും നമ്മളും ആ ഒരു പ്രത്യേക സന്ദർഭത്തിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. നമ്മൾ കാറിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ബന്ധമേ ഉള്ളൂ. നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അത് നമ്മുടേതല്ല ആ കാറ്. ഇതേപോലെയാണ് നമ്മുടെ ശരീര മനസ്സുകളും നമ്മളും തമ്മിലുള്ള ബന്ധം. യഥാർത്ഥത്തിൽ ഞാൻ എന്ന ഈ ആത്മാവ് ഈ ശരീര മനസ്സുകളിൽ ജീവിത യാത്രയ്ക്ക് വേണ്ടി, ശരീരയാത്രയ്ക്ക് വേണ്ടി ഇരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം, ഇത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തിൻ്റെ ഫലമായി നമുക്ക് ആത്യന്തിക ദുഃഖ നിവൃത്തി ഉണ്ടാകും. കാരണം ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തുടർച്ചകളാണ് എന്ന് നമ്മൾ നിരീക്ഷിച്ചറിയുകയാണ്, തിരിച്ചറിയുകയാണ്. പക്ഷേ ഈ ആത്മാവ്, നിത്യനായ ആത്മാവ്, അതായത് എറ്റേണൽ സ്വഭാവത്തോടു കൂടിയ ഈ ആത്മാവ്, ഒരു മാറ്റങ്ങളും സംഭവിക്കാത്ത, നിരന്തരം ആനന്ദസ്വരൂപിയായ, അതേപോലെ സത്യസ്വരൂപിയായ, അതേപോലെ ശാന്തി സ്വരൂപം തന്നെയായ ഈ ആത്മാവ് നിരന്തരം ഈ ശരീര മനസ്സുകളിൽ നിന്ന് അതിൻ്റെ സ്വന്തം സ്വഭാവം കൊണ്ട് തന്നെ മാറിയിരിക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തി, ഒരു പീസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കും. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ അവസ്ഥയാണ് നമുക്ക് കർമ്മങ്ങളിൽ വളരെ ഭംഗിയായി, ഫലപ്രദമായി ഏർപ്പെടാൻ സഹായിക്കുന്നത്. പക്ഷേ ഈ ഒരു ജ്ഞാനത്തിലേക്ക്, അവനവനെക്കുറിച്ചുള്ള ഈ ജ്ഞാനത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് വരാൻ
എല്ലാവർക്കും സാധിക്കില്ല, ഭൂരിപക്ഷം പേർക്കും സാധിക്കില്ല. അതിനുള്ള മാർഗമാണ് ഭഗവത്ഗീത പറയുന്നു കർമ്മയോഗ അനുഷ്ഠാനം. ആ കർമ്മത്തെ തന്നെ ഒരു യോഗമാക്കി മാറ്റുക, കർമ്മത്തെ തന്നെ ഏകാഗ്രതയ്ക്കുള്ള ഒരു മാർഗമാക്കി മാറ്റുക. അതാണ് യോഗം എന്ന് പറഞ്ഞാൽ, അതാണ് ഏകാഗ്രത ഉണ്ടാകാനുള്ള ഒരു മാർഗമാക്കി മാറ്റുക. കർമ്മം എല്ലാവരും അറിയാതെ കർമാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർമാനുഷ്ഠാനം ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെ തന്നെ ഒരു യോഗമാക്കി മാറ്റുക. എങ്ങനെയാണ് അതിനെ യോഗമാക്കി മാറ്റുന്നത്? ഒരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിന് പ്ലാനിങ്, എക്സിക്യൂഷൻ, റിസൾട്ടിങ് എന്ന് പറയുന്ന 3 ഘട്ടങ്ങളുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആദ്യത്തെ ഘട്ടം, എക്സിക്യൂട്ട് ചെയ്യുന്ന 2ാമത്തെ ഘട്ടം, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്ന 3ാമത്തെ ഘട്ടം. എക്സിക്യൂഷൻ കഴിഞ്ഞാലല്ലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഈ ആദ്യത്തെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒരു പരിധിവരെ നമ്മുടെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ ഫലം എന്നത് നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല. അതാണ് ഇവിടുത്തെ ഒരു അടിസ്ഥാനപരമായ അറിവ്, കർമ്മയോഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിവ്. അതുകൊണ്ട് തന്നെ ഞാൻ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിലായിരിക്കണം എൻ്റെ ശ്രദ്ധ. ഞാനത് പ്ലാൻ ചെയ്ത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നതിലായിരിക്കണം അതിൻ്റെ ശ്രദ്ധ. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ആയിക്കോളണമെന്നില്ല. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല റിസൾട്ട് എനിക്ക് കിട്ടും. ഇതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഈ കർമ്മയോഗം എല്ലാ ജീവജാലങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രകൃതിയിലെ പ്രകൃതി ശക്തികൾ ഉൾപ്പെടെ മറ്റ് ജീവജാലങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല, പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യരിൽ തന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ, ഒരുപക്ഷെ ഭൂരിപക്ഷം പേരും ഈ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് എപ്പോഴും കർമ്മം ചെയ്യുന്നത്. ഈ കർമ്മത്തിന് ഇന്ന ഫലമാണ്, അപ്പം ആ ഫലം എനിക്ക് കിട്ടണം, ആ ഫലം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വറീഡാവും എന്നാണ് എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യൻ വറീഡാവുന്നത്, അതുകൊണ്ടാണ് മനുഷ്യൻ ഡിപ്രസ്ഡ് ആവുന്നത്. ആ ഡിപ്രഷനിലേക്ക് വീഴാതെ ഇരിക്കാനുള്ള മാർഗം എന്താണ്? ഈ ഫലാഭിസന്ധി ഇല്ലാതെ കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ചുള്ള വറീസ് ഇല്ലാതെ കർമ്മം ചെയ്യുക. ഇങ്ങനെ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടാവ് ഈ ജീവജാലങ്ങളോട് പറഞ്ഞു, ഈ കർമാനുഷ്ഠാനം കൊണ്ട് നിനക്ക് പുരോഗതി ഉണ്ടാവട്ടെ, ജീവിത പുരോഗതി ഉണ്ടാവട്ടെ. എങ്ങനെ? ഈ കർമാനുഷ്ഠാനം കൊണ്ട് നിനക്ക് ഈ പ്രകൃതി ശക്തികളെ പോഷിപ്പിക്കാൻ പറ്റും. ഈ പ്രകൃതി ശക്തികളാകട്ടെ തിരിച്ച് നിന്നെ പോഷിപ്പിക്കും. നിനക്ക് നല്ല ഭക്ഷണം തരും, ചൂടും തണുപ്പും കൃത്യമായി നിനക്ക് തരും, പ്രകാശം തരും, നല്ല വായുമണ്ഡലം നിനക്ക് തരും, അതുപോലെ നിനക്ക് താമസിക്കാൻ സുഖകരമായ സ്ഥലം തരും. ഇങ്ങനെ മനുഷ്യന് ആവശ്യമായതെല്ലാം ഈ പ്രകൃതി മനുഷ്യന് പ്രൊവൈഡ് ചെയ്യും ഇങ്ങോട്ട്. ഈ മനുഷ്യനാകട്ടെ പ്രകൃതിയെ പോഷിപ്പിക്കണം. പ്രകൃതിയെ ഇങ്ങനെ അവനവൻ്റെ അത്യാഗ്രഹം കൊണ്ട് നശിപ്പിക്കാൻ പാടില്ല. അതാണ് നമ്മൾ നേരത്തെ 11ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ദേവാൻ ഭാവയത അനേന തേ ദേവാ ഭാവയന്തുവ. ഈ പ്രകൃതി ശക്തികളാണ് ദേവന്മാർ. ഈ പ്രകൃതി ശക്തികളെ നീ പരിപോഷിപ്പിക്കുക. അതിൻ്റെ ഫലമായി ഈ പ്രകൃതി ശക്തികൾ നിന്നെ പരിപോഷിപ്പിക്കട്ടെ. പരസ്പരം ഭാവയന്ത. നീയും പ്രകൃതി ശക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് പരമമായ ശ്രേയസ്സിനെ, ആത്യന്തികമായ ദുഃഖനിവൃത്തിയെ, ആ ദുഃഖനിവൃത്തി സന്തോഷം, അതാണ് പരമമായ ശ്രേയസ്, അതിനെ നീ പ്രാപിക്കട്ടെ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഈ ദേവന്മാർക്ക് അഥവാ പ്രകൃതി ശക്തികളെ പോഷിപ്പിക്കാതെ അത്യാഗ്രഹം കൊണ്ട് ഈ പ്രകൃതി ശക്തികളെ പോഷിപ്പിക്കാതിരുന്നാൽ എന്താണ് അവസ്ഥ? ഏതാണ്ട് ആ അവസ്ഥ നമ്മൾ ഇന്ന് നമ്മുടെ ഈ പ്രകൃതിയെ ഒന്ന് നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ അതുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും അവരുടെയൊക്കെ ആവാസ വ്യവസ്ഥകൾ തകർന്ന് അങ്ങനെ പല ജീവികളും ഇല്ലാതെ തന്നെ ആകുന്നുണ്ട്. അങ്ങനെ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതാണ് ഇവിടെ പറയുന്നത്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായൈഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ യജ്ഞഭാവിതാഃ ദേവാഃ. യജ്ഞം കൊണ്ട് ഭാവിതന്മാരായ പോഷിപ്പിക്കപ്പെട്ട ദേവാഃ ദേവന്മാർ. യജ്ഞഭാവിതാഃ ദേവാഃ യജ്ഞഭാവിതന്മാരായ ദേവന്മാർ. വഹ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുഭവങ്ങളെ, ഭോഗങ്ങളെ, ഇഷ്ടമുള്ള അനുഭവ വസ്തുക്കളെ, എന്താണോ നിനക്ക് ആവശ്യമുള്ളത്, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, പാർപ്പിടമാണെങ്കിൽ പാർപ്പിടം, അതുപോലെ മറ്റു തരത്തിലുള്ള മരുന്ന് പോലെയുള്ള സംഗതികളാണെങ്കിൽ അത് എല്ലാം ഈ പ്രകൃതി ശക്തികൾ, ദേവന്മാർ എന്ന് പറഞ്ഞാൽ പ്രകൃതി ശക്തികളാണ്. ഈ പ്രകൃതി ശക്തികൾ നിങ്ങൾക്ക് തരുന്നു. ദാസ്യന്തേ നിങ്ങൾക്ക് തരുന്നു. എന്താണ് കൊടുക്കുന്നത്? ഇഷ്ടാൻ ഭോഗാൻ നിനക്ക് ഇഷ്ടകരമായത്. അതാണ്, ഒരാൾക്ക് ഇഷ്ടമായതായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടമായത്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമായത് ഈ പ്രകൃതി കൊടുക്കും, ഓരോരുത്തർക്കും ഉള്ളത്. ഈ യജ്ഞം കൊണ്ട് അവരെ പോഷിപ്പിച്ചാൽ, എന്നാൽ ഇങ്ങനെ പോഷിപ്പിക്കൽ നടക്കാതിരുന്നാലോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ പോഷിപ്പിക്കൽ നടക്കാതിരുന്നാൽ തൈഹി ദത്താൻ അവരാൽ നമുക്ക് നൽകപ്പെട്ടത്, തൈഹി ദത്താൻ അവരാൽ നമുക്ക് ദാനം ചെയ്യപ്പെട്ടത്, ഈ പ്രകൃതി ശക്തികൾ നമുക്ക് തന്നത്, തൈഹി ദത്താൻ അപ്രദായ ഏഭ്യോ, അപ്രദായ ഏഭ്യഃ, ഏഭ്യഃ അപ്രദായ അവർക്ക് തിരിച്ചു കൊടുക്കാതെ, അഥവാ പ്രകൃതി ശക്തികളെ പോഷിപ്പിക്കാതെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കർമ്മയോഗം കൊണ്ട് പരസ്പരം പോഷിപ്പിക്കുക. അവനവന്റെ അത്യാഗ്രഹത്തെ നിയന്ത്രിച്ച് അവനവന്റെ കർമ്മത്തെ പ്രോസസ് ഓറിയന്റഡായി അനുഷ്ഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആ യജ്ഞം അഥവാ കർമ്മയോഗം എന്ന് പറയുന്നത്. ആ കർമ്മയോഗം കൊണ്ട് വളരെ നിയന്ത്രിതമായി അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഈ പ്രകൃതിയെ അനുഭവിക്കാതെ, അപ്പോഴാണ് നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്നത്. പ്രകൃതിക്ക് എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്? കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട്. അല്ലാതെ നമുക്ക് പ്രകൃതിയെ വളർത്താൻ കഴിയില്ല, അതിന് മനുഷ്യൻ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ശക്തിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവരെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരെ പോഷിപ്പിക്കാൻ നമ്മൾക്ക് ചെയ്യാനുള്ളത് അവരെ നശിപ്പിക്കാതിരിക്കുക, നമ്മൾ കർമ്മയോഗം അനുഷ്ഠിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ സാധനയാണ് പ്രകൃതിയെ വളർത്താൻ സഹായിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് വളർത്തിയാൽ മാത്രം മതി. അല്ലാതെ പ്രകൃതിയെ അങ്ങോട്ട് പോയി നമ്മൾ പോഷിപ്പിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ ആ അത്യാഗ്രഹമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയാൽ മാത്രം മതി. അങ്ങനെ ആ ആറ്റിറ്റ്യൂഡ് വളർത്തിയാൽ തന്നെ നമ്മൾ ആ പ്രകൃതിക്ക് കൊടുക്കേണ്ടതൊക്കെ ആയിക്കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ കർമ്മയോഗത്തിന് അനുകൂലമായ ഒരു മനസ്സ് വളർത്തിയാൽ തന്നെ കർമ്മയോഗം കൊണ്ട് മോക്ഷം വരെ എത്തിച്ചേരും. അതായത് ആത്യന്തിക ദുഃഖനിവൃത്തി വരെ എത്തിച്ചേരും. പക്ഷേ ആ ആത്യന്തിക ദുഃഖനിവൃത്തി വരെ എത്തിച്ചേരുന്നതിന് പകരം കേവലം നമ്മുടെ സർവൈവലായിട്ടുള്ള പ്ലെയിനിൽ തന്നെ അതിന് പ്രസക്തിയുണ്ട് എന്ന് ശ്രീ ഭഗവാൻ പറയുകയാണിവിടെ. നമ്മുടെ കേവലം ഭൗതികമായ നിലനിൽപ്പിനെ സംബന്ധിച്ച് തന്നെ ഈ കർമ്മയോഗത്തിന് പ്രസക്തിയുണ്ട് എന്ന് ശ്രീ ഭഗവാൻ പറയുകയാണ്. അതായത് അപ്രദായ ഏഭ്യഃ അവർക്ക് തിരിച്ചു കൊടുക്കാതെ. എങ്ങനെയാണ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്? നമ്മുടെ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട്. അത്യാർത്തിയോടുകൂടി നമ്മുടെ കാമത്തിനും ക്രോധത്തിനും പ്രേരിതരായിക്കൊണ്ട് പ്രവർത്തിക്കാതെ ആത്മനിയന്ത്രണത്തോടെ യഥാർത്ഥത്തിൽ കർമ്മഫലത്തെക്കുറിച്ചുള്ള വറീസ് ഇല്ലാതെ എൻ്റെ കർത്തവ്യമാണിത്,
ആ കർത്തവ്യം ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അതിൻ്റെ ഫലമായി എനിക്ക് വേണ്ടത് എനിക്ക് വന്നു ചേർന്നുള്ളൂ. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ വറീഡല്ല. കാരണം എന്താണ്? അത് എൻ്റെ നിയന്ത്രണത്തിലല്ല. എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നിനെ കുറിച്ച് ഞാൻ വറീഡായിട്ട് കാര്യമില്ല. അങ്ങനെ ആ ഏഭ്യ അപ്രദായ, അവർക്ക് കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ തിരിച്ചു കൊടുക്കാതെ യഹ ഭുങ്ക്തേ, ആരാണോ അത്യാർത്തിയോടുകൂടി ഇതിനെ ഭുജിക്കുന്നത്, യഹ ഭുങ്ക്തേ, ആരാണോ അത്യാർത്തിയോടുകൂടി ഇതിനെ അനുഭവിക്കുന്നത്, സ്തേന ഏവ സഹ, സഹ സ്തേന ഏവ, അവൻ കള്ളൻ തന്നെയാകുന്നു. എന്നെ ഒരാൾ കള്ളനെ വിളിച്ചാൽ എനിക്കെന്താ? അയാൾ എന്നെ കള്ളനെ വിളിക്കുന്നു, അത് അയാളുടെ പ്രശ്നം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഭഗവത്ഗീത കള്ളൻ, കാപട്യം കാണിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം നമ്മളൊന്ന് ആലോചിച്ചാൽ അങ്ങേയറ്റം വരെയാണ്. കാരണം സത്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അനുഭവമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അനുഭവം എപ്പോഴും സത്യമാണ്, അല്ലേ? ഒരാളുടെ ദുഃഖാനുഭവം സത്യമാണ്, സുഖാനുഭവം സത്യമാണ്, അല്ലാതെ പ്രിട്ടൻഷൻ അല്ല. പ്രിട്ടൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സത്യമല്ല, അനുഭവമല്ല. നമ്മൾ യഥാർത്ഥത്തിലുള്ള സത്യത്തെ, യഥാർത്ഥത്തിലുള്ള അനുഭവത്തെ മറച്ചു വെക്കുന്നതാണ് പ്രിട്ടൻഷൻ. അതാണ് ഇവിടെ കള്ളം എന്ന് പറയുന്നത്. ആ സത്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? ആ ആനന്ദാനുഭവമാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അല്ലേ? അതായത് ആത്യന്തിക ദുഃഖ നിവൃത്തി, ആത്യന്തിക സുഖം എന്നത് സത്യസന്ധമായ അനുഭവമാണ്. ആ സത്യസന്ധമായ അനുഭവമാണ് നമ്മുടെ അന്വേഷണം. അതിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നതും ഭഗവത്ഗീതയിലെ ആശയത്തിനനുസരിച്ചുള്ള അന്വേഷണം ചെയ്യുന്നതും ഒക്കെ. എന്തിനാണ്? സത്യസന്ധമായ അനുഭവത്തിനാണ്. ആ സത്യസന്ധമായ അനുഭവത്തിൽ നിന്ന് നമ്മളൊരു കാപട്യക്കാരനായി തീർന്നാൽ പിന്നെ എന്തെങ്കിലും സത്യസന്ധമായ അനുഭവം നമുക്കുണ്ടാവുമോ? ഉണ്ടാവില്ല. നമ്മൾ ഈ യോഗമാർഗത്തിൽ നിന്ന് നമ്മൾ ഭ്രഷ്ടനായി കഴിഞ്ഞു. അപ്പൊ സ്തേന ഏവസ എന്ന് പറഞ്ഞാൽ അവന്റെ പുരോഗതിയിൽ നിന്ന് അവൻ കാതങ്ങളോളം ദൂരെയായി കഴിഞ്ഞു എന്നർത്ഥം. അല്ലാതെ ആ സ്തേന ഏവസ എന്ന് പറയുന്നതിൻ്റെ വെയിറ്റേജ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവൻ കള്ളനാണ്. അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അവന് പിന്നെ പുരോഗതിയില്ല. യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നു, സത്യപ്രതിഷ്ഠായാം ക്രിയാഫലാശ്രയത്വം. സത്യപ്രതിഷ്ഠയുള്ളവന് മാത്രമേ ക്രിയാഫലാശ്രയത്വമുള്ളൂ. അവൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം അവൻ്റെ ക്രിയകൾക്കുണ്ടാവണമെങ്കിൽ, ആ ഫലം നമ്മുടെ കൺട്രോളിലല്ല, പക്ഷേ എന്നാലും ഏറെക്കുറെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാവണമെങ്കിൽ സത്യനിഷ്ഠനായിരിക്കണം, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം. അതായത് എന്താണോ ഉള്ളത് അതിലുറച്ചു നിൽക്കുന്നവനായിരിക്കണം. അതിനൊരിക്കലും ബാധ വരില്ല, അതിനൊരിക്കലും മാറ്റം വരില്ല. അങ്ങനെ ഒരിക്കലും മാറ്റം വരാതെ എപ്പോഴും ശരി എന്നുള്ളതാണ് സത്യം. എപ്പോഴും, കാരണം യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിന് ഒരു മാറ്റമില്ലല്ലോ, അതെപ്പോഴും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ സത്യത്തിനുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സത്യത്തിൽ നിന്ന് ഒരാൾ ഭ്രഷ്ടനായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പുരോഗതി, ഒരു മില്ലിമീറ്റർ പോലും അയാൾക്ക് പുരോഗതി ഉണ്ടാവില്ല. അതാണ് ആരാണോ കർമ്മയോഗാനുഷ്ഠാനം ചെയ്യാതെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെ അനുഭവിച്ച് അത്യാഗ്രഹത്തോടു കൂടി ജീവിക്കുന്നത്, ആ ആൾക്ക് പുരോഗതി ഒരല്പം പോലും ഉണ്ടാവില്ല. അധോഗതിയിലേക്കായിരിക്കും അയാൾ പോകുന്നതെന്നർത്ഥം. അയാൾക്ക് ഈ ആത്യന്തിക ദുഃഖ നിവൃത്തി എന്ന മോക്ഷാനുഭവം സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്നർത്ഥം. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. കാരണം ഒരിക്കൽ ഇങ്ങനെ അത്യാർത്തിയോടുകൂടി പ്രവർത്തിച്ച് അവനവൻ്റെ ആ ഗ്രീഡ്, അത്യാർത്തി, അതനുഭവിക്കുന്ന ഒരു വാസന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ ക്രമേണ വർദ്ധിക്കും. അതുകൊണ്ട് ഒരല്പം പോലും അത് നമുക്കുണ്ടാകാതെ
നമുക്ക് ആവശ്യമുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേണം എന്ന് തോന്നാതെ ആ ആവശ്യത്തിന് മാത്രം, ആവശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വളരെ കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ, ആ വളരെ ആവശ്യമുള്ള സിമ്പിളായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ അവനവനും പ്രകൃതിക്കും സംരക്ഷണം കൊടുക്കുന്നിടത്താണ് ഈ ഭഗവത്ഗീത മുമ്പോട്ട് വയ്ക്കുന്ന ആ ഒരു വിജയം, സക്സസ് നിലനിൽക്കുന്നത്. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും നമ്മുടെ ഭൗതികമായ സാധാരണ പ്ലെയിനിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ക്രമേണ കർമ്മത്തിന് വളരെ വളരെ ആഴത്തിൽ ഉയർന്ന തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്ക് ഈ ചർച്ച പുരോഗമിക്കും. അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഗീതാസപര്യയുടെ തുടർ എപ്പിസോഡുകളിലേക്കും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.